എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂട്ടി ഓടിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് വലിയൊരു സ്വപ്നമാണ്. പലപ്പോഴും സ്കൂട്ടി ഓടിക്കുവാനുള്ള ഹാൻഡിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകാറില്ല. ചില ആൾക്കാർ ഗ്രൗണ്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്കൂട്ടി ബാലൻസ് ചെയ്ത് ഓടിക്കും. എന്നാൽ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കൂട്ടി നല്ല രീതിയിൽ ഓടിക്കുവാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ ബാലൻസ് തെറ്റി വണ്ടി ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഒക്കെ മാറിപ്പോകാറുണ്ട്. പെട്ടെന്ന് വണ്ടി നിന്നു പോകാറുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെയാണ് റോഡിലേക്ക് വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളായിട്ട് വണ്ടി പഠിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സ്കൂട്ടി പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കൂടെ കയറി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടെ ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. സ്കൂട്ടി പഠിക്കുന്ന സ്ത്രീകൾക്ക് പൊതുവെ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നല്ല രീതിയിൽ അവർ വണ്ടി ഓടിക്കും. പക്ഷേങ്കിൽ ഒരു റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കൃത്യമായിട്ട് ബാലൻസ് കിട്ടാതെ നല്ല രീതിയിൽ വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കാതെ വരാറുണ്ട്. പലപ്പോഴും കാല് കുത്തേണ്ട അവസ്ഥകൾ വരാറുണ്ട്. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സ്കൂട്ടി റോഡിൽ ഓടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ബാലൻസ് കിട്ടുന്നില്ല? ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മളൊരു ടൂ വീലർ ഒരു സ്കൂട്ടി പഠിച്ചു തുടങ്ങുന്നത് മിക്കവാറും ഒരു ഗ്രൗണ്ടിലായിരിക്കും. ഗ്രൗണ്ടിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. തുടക്കത്തിൽ നമുക്ക് ബാലൻസ് കിട്ടായ്മ വരും. അതുപോലെ തന്നെ ആക്സിലറേറ്ററിൻ്റെ ഉപയോഗം, ബ്രേക്കിൻ്റെ ഉപയോഗം, ഇതൊക്കെ എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് എന്നുള്ള ബുദ്ധിമുട്ടുകൾ തുടക്കത്തിലുണ്ടാകും. എന്നാൽ നമ്മൾ കുറച്ചൊന്ന് ഓടിച്ച് പരിശീലിച്ച് കുറേ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം കാല് കുത്താതെ നല്ല രീതിയിൽ സ്കൂട്ടി ഓടിച്ച് തുടങ്ങുന്നു. പിന്നീട് നമ്മൾ കുറേയധികം ദിവസങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ കൂടെ നല്ല രീതിയിൽ നമുക്ക് ടൂ വീലർ ഓടിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇതിന് ശേഷമാണ് നമ്മളൊരു റോഡിലേക്ക് ഇറങ്ങുന്നത്. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് പലപ്പോഴും നമുക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കുവാൻ സാധിക്കുന്നില്ല. കാല് കുത്തേണ്ട അവസ്ഥകൾ വരുന്നു. എതിരെ മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള ചിന്ത വരുന്നു. റോഡിൽ കൂടെ നടക്കുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുന്നു. അവരെ നമ്മളുടെ വണ്ടി ഇടിക്കുമോ എന്നുള്ള ചിന്ത വരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്നു. ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ നിരന്തരമായിട്ട് റോഡിൽ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. നിങ്ങൾ ടൂ വീലർ തുടക്കത്തിൽ പഠിച്ചു തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ ഓടിക്കുവാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ ബാലൻസ് ഇല്ലായ്മ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആക്സിലറേറ്ററിൻ്റെ ഉപയോഗം, ബ്രേക്കിൻ്റെ ഉപയോഗം, ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് വരാതെ നമ്മൾ ഓടിച്ച് തുടങ്ങിയ ഒരു അവസ്ഥ നമുക്ക് ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുന്നത്. അതായത് ഗ്രൗണ്ടിൽ നിന്ന് മാറി റോഡിലേക്ക് നമ്മൾ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. ആ പ്രാക്ടീസ് നമ്മൾ നിരന്തരമായിട്ട് എല്ലാ ദിവസവും റോഡിലൂടെ സ്കൂട്ടി ഓടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ റോഡിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ടും തിരക്കില്ലാത്ത ഒരു വഴിയിലൂടെ ടൂ വീലർ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഒരു കാരണവശാലും തിരക്കുള്ള സ്ഥലത്ത് പോയി പ്രാക്ടീസ് ചെയ്യുവാൻ പാടില്ല. വലിയ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടും ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മാത്രമേ ടൂ വീലർ ഓടിച്ച് നിങ്ങൾ റോഡിൽ പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വണ്ടി റോഡിൽ ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ ഓടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ നിയമം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡ് ചേർന്ന് റോഡിലൂടെ ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും റോഡിൻ്റെ സെൻറ്ററിലൂടെ ഓടിക്കുവാൻ പാടില്ല. വലത്തെ സൈഡിലേക്ക് വണ്ടി പോകുവാൻ പാടില്ല. ഹാൻഡിൽ ബാലൻസ്, റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ശരിയായ രീതിയിൽ ഒരു ടൂ വീലർ ഹാൻഡിൽ ബാലൻസ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഹാൻഡിൽ ബാലൻസ് എന്ന് കേട്ടല്ലോ. ഹാൻഡിൽ ബാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കൈകൾ കൊണ്ട് ആ ഒരു വാഹനത്തെ നമ്മൾ ക്ലിയർ ആയിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയും കൂടെ അതിനോടൊപ്പം പോകേണ്ടതായിട്ട് ഇല്ല. നമ്മുടെ ബോഡി കൂളായിട്ടിരിക്കുക. പലപ്പോഴും പല ആൾക്കാരും ചെയ്യുന്നത് ഹാൻഡിൽ ബാലൻസിനോടൊപ്പം തന്നെ ശരീരവും കൂടെ ഒരു വളവ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് മൊത്തത്തിൽ അവരുടെ ശരീരം കൂടെയാണ് പോകുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഹാൻഡിൽ ബാലൻസ് ചെയ്താൽ മതി. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. ഇങ്ങനെ കുറച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വളവിലും തിരിവിലും ഒക്കെ വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കും. നമ്മളൊരു ടൂ വീലർ ഓടിക്കുമ്പോൾ നമുക്ക് ഫുൾ ബോഡി ബാലൻസ് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഒരു കാരണവശാലും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആവശ്യമില്ലാത്ത വൈബ്രേഷൻ നമ്മളുടെ ഫുൾ ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും വണ്ടി മറിയുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് മുൻഗണന കൊടുക്കേണ്ടത് ഹാൻഡിൽ ബാലൻസിനാണ്.
അപ്പോൾ നിങ്ങൾ ഈ ഒരു തരത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റോഡിൽ സ്കൂട്ടി ഓടിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നേടണമെന്ന് ചിന്തിച്ച് റോഡിലിറങ്ങി വണ്ടി ഓടിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നേടുവാനായിട്ട് സാധിക്കത്തില്ല. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നേടിയെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓൺലൈനായിട്ട് ഒരു ഡ്രൈവിംഗ് ക്ലാസ് ചെയ്താലോ എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്തു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി 1-2 കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. വേറൊന്നുമല്ല, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഒരു 2 വീലർ റോഡിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. ഇല്ലെങ്കിൽ കൃത്യമായിട്ടും ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിനുള്ള ശിക്ഷ നമുക്ക് കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഞാൻ പഠിക്കുന്ന ഒരാളല്ലേ, എനിക്ക് 2 വീലർ ഇങ്ങനെയല്ലേ പഠിക്കാൻ പറ്റൂ എന്ന് ചോദിച്ചാൽ, തിരക്കില്ലാത്ത സ്ഥലങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്യുക, അപകടമില്ലാത്ത രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് വണ്ടിയും തിരക്കുള്ള സ്ഥലത്ത് പോയി പ്രാക്ടീസ് ചെയ്യാതെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ തിരക്കില്ലാത്തടത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ. ഇല്ലെങ്കിൽ കൃത്യമായിട്ടും നമുക്ക് അതിനുള്ള ശിക്ഷ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം അറിയണം, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ റോഡിൽ നിങ്ങൾ സ്കൂട്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലേണേഴ്സ് എഴുതിയ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ലൈസൻസ് ഇല്ലെങ്കിൽ ലേണേഴ്സ് എഴുതിയ പേപ്പറെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 2 വീലറിൻ്റെ ലൈസൻസ് ഉള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യം കൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ 2 വീലർ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോകൾ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി കാണുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഫേസ്ബുക്കിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഗുഡ്സൺ കട്ടപ്പന എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. നിങ്ങൾ ആ പേജിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.